5/8/2024 ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ സർക്കുലർ പ്രകാരം നിലവിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി റിപ്പോർട്ടി ആദ്യം നൽകുന്ന ഒബ്ജക്ഷൻ റിപ്പോർട്ടിംഗ് ഓഫീസർക്ക് പുനഃപരിശോധനയ്ക്കായാണ് ലഭ്യമാകുന്നത്. റിപ്പോർട്ടിംഗ് ഓഫീസർ അത് പുനഃപരിശോധന നടത്തി റിവ്യൂയിങ് ഓഫീസർക്കും അക്സെപ്റ്റിംഗ് അതോറിറ്റിക്കും സമർപ്പിക്കാവുന്നതാണ്. ഇതിന്മേൽ റിപ്പോർട്ടി വീണ്ടും ഒബ്ജക്ഷൻ സമർപ്പിച്ചാൽ റഫറൽ ബോർഡിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കുന്നതിന് നോഡൽ ഓഫീസറിന് ലഭ്യമാകുന്നതാണ്. റിപ്പോർട്ടി പുനഃപരിശോധനയ്ക്ക് വേണ്ടി റിപ്പോർട്ടിംഗ് ഓഫീസർ, റിവ്യൂയിങ് ഓഫീസർ, അക്സെപ്റ്റിംഗ് അതോറിറ്റി തുടങ്ങിയവർക്ക് എങ്ങനെയാണ് സമർപ്പിക്കുന്നതെന്ന് നോക്കാം. അതിനായി റിപ്പോർട്ടി സമർപ്പിച്ച CR റിപ്പോർട്ടിംഗ് ഓഫീസറും റിവ്യൂയിങ് ഓഫീസറും അക്സെപ്റ്റിംഗ് അതോറിറ്റിയും കണ്ട് സ്കോറുകൾ നൽകിയതിനു ശേഷം അന്തിമമായി സമർപ്പിക്കുന്നതിനായി റിപ്പോർട്ടിയുടെ ലോഗിനിലെ ഇൻബോക്സ് എന്ന ഓപ്ഷനിൽ ലഭ്യമാകുന്നതാണ്. അവിടെ നിന്ന് റിപ്പോർട്ടി അത് ഓപ്പൺ ചെയ്ത് അവസാന പേജിൽ നിന്ന് ഓരോ ഓഫീസറും നൽകിയ സ്കോറുകളും ഓരോ ഓഫീസറും വരുത്തിയ മാറ്റങ്ങളും കണ്ടതിനു ശേഷം സ്കോറുകളിൽ സംതൃപ്തനാണെങ്കിൽ ഐ ഹാവ് റെഡ് ദ റിപ്പോർട്ട് എന്ന ഓപ്ഷൻ നൽകി അന്തിമമായി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സ്കോറുകളിൽ സംതൃപ്തനല്ലെങ്കിൽ ഐ ഹാവ് ഒബ്ജക്ഷൻ ഓർ അപ്പീൽ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് ഒബ്ജക്ഷൻ നൽകി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്ത് സൈൻ ചെയ്ത് OTP നൽകി റിപ്പോർട്ടിംഗ് ഓഫീസർക്ക് പുനഃപരിശോധനയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. റിപ്പോർട്ടി അപ്പീലിനായി അയച്ച CR റിപ്പോർട്ടിംഗ് ഓഫീസറുടെ ലോഗിനിലെ അപ്പീൽ എന്ന ലിങ്കിൽ നിന്നും പുനഃപരിശോധനയ്ക്കായി ലഭ്യമാകുന്നതാണ്. ഇവിടെ റിപ്പോർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്ഷന് മുൻപുള്ള CR കാണാവുന്നതാണ്. ഓരോ ഓഫീസേഴ്സും നൽകിയിട്ടുള്ള സ്കോർ തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും ഈ റിപ്പോർട്ടിൽ നിന്ന് കാണാവുന്നതാണ്. ഒബ്ജക്ഷൻ അയക്കുന്ന സമയത്ത് റിപ്പോർട്ടി സമർപ്പിച്ച ഡോക്യുമെന്റ് റിപ്പോർട്ടി ഡോക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒബ്ജക്ഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ടി നൽകിയ ഒബ്ജക്ഷന്റെ വിശദാംശങ്ങൾ കാണാവുന്നതാണ്. തുടർന്ന് CR ഓപ്പൺ ചെയ്യുന്നതിനായി CR എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെൽഫ് അസസ്മെന്റ് പേജിലേക്കാണ് എത്തുന്നത്. റിപ്പോർട്ടിംഗ് ഓഫീസർക്ക് ഇവിടെ നൽകിയിട്ടുള്ള സ്കോറുകളിലും റിമാർക്സിലും മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. സ്കോറുകളിൽ മാറ്റം വരുത്തിയാൽ നിർബന്ധമായും സേവ് ചെയ്യേണ്ടതാണ്. തുടർന്ന് സബ്മിഷൻ പേജിൽ നിന്നും റിമാർക്ക് നൽകി സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. റിപ്പോർട്ടിംഗ് ഓഫീസർ സബ്മിറ്റ് ചെയ്ത CR റിവ്യൂയിങ് ഓഫീസറിന്റെ ലോഗിനിലെ അപ്പീൽ എന്ന ലിങ്കിൽ നിന്നും റിവ്യൂയിങ് ഓഫീസർക്ക് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. അതിനായി റിവ്യൂയിങ് ഓഫീസർ ലോഗിൻ ചെയ്യുക. റിവ്യൂയിങ് ഓഫീസറുടെ അപ്പീൽ എന്ന ലിങ്കിൽ ഒബ്ജക്ഷന് മുൻപുള്ള CR റിപ്പോർട്ടി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് റിപ്പോർട്ടി നൽകിയ ഒബ്ജക്ഷന്റെ വിശദാംശങ്ങൾ തുടങ്ങിയവ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. തുടർന്ന് CR ഓപ്പൺ ചെയ്യുന്നതിനായി CR എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റിവ്യൂയിങ് ഓഫീസർക്ക് റിവ്യൂയിങ് ഓഫീസർ നേരത്തെ നൽകിയ സ്കോറുകളിലും റിമാർക്സുകളിലും മാറ്റം വരുത്താവുന്നതാണ്. സ്കോറുകളിൽ മാറ്റം വരുത്തിയാൽ നിർബന്ധമായും സേവ് ചെയ്യേണ്ടതാണ്. സബ്മിഷൻ പേജിൽ റിമാർക്സ് നൽകി സൈൻ ചെയ്ത് അക്സെപ്റ്റിംഗ് അതോറിറ്റിക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അക്സെപ്റ്റിംഗ് അതോറിറ്റി ലോഗിൻ ചെയ്ത് അപ്പീൽ എന്ന ലിങ്കിൽ നിന്ന് CR ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഒബ്ജക്ഷൻ, റിപ്പോർട്ടി ഡോക്, റിപ്പോർട്ട് എന്നീ 3 ബട്ടണുകൾ കാണാവുന്നതാണ്. ഒബ്ജക്ഷന്റെ വിശദമായ വിവരങ്ങൾ, റിപ്പോർട്ടി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്, ഒബ്ജക്ഷന് മുൻപുള്ള CR എന്നിവ ഈ ബട്ടണുകൾ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. CR എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് CR കാണാവുന്നതാണ്. അക്സെപ്റ്റിംഗ് അതോറിറ്റിക്കും അദ്ദേഹം നൽകിയ സ്കോറുകളിലോ റിമാർക്കുകളിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ വരുത്താവുന്നതാണ്. സ്കോറുകളിൽ മാറ്റം വരുത്തിയാൽ നിർബന്ധമായും സേവ് ചെയ്യേണ്ടതാണ്. റിമാർക്സുകളിലും മാറ്റം വരുത്താവുന്നതാണ്. തുടർന്ന് പ്രൊസീഡ് ചെയ്യുക. സബ്മിഷൻ പേജിൽ നിന്ന് റിമാർക്സ് നൽകി സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പുനഃപരിശോധനയ്ക്ക് ശേഷം അക്സെപ്റ്റിംഗ് അതോറിറ്റി സെൻഡ് ചെയ്ത CR റിപ്പോർട്ടിയുടെ ഇൻബോക്സിലായിരിക്കും ലഭ്യമാവുക. ഇൻബോക്സ് ക്ലിക്ക് ചെയ്ത് CR എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് CR കാണാവുന്നതാണ്. CRന്റെ അവസാന പേജിൽ റിപ്പോർട്ടിംഗ് ഓഫീസറും റിവ്യൂയിങ് ഓഫീസറും അക്സെപ്റ്റിംഗ് അതോറിറ്റിയും നൽകിയ സ്കോറുകളും
താഴെയായി കാണുന്ന റിമാർക്സ് ബോക്സിൽ ഓരോ ഓഫീസറും നൽകിയിട്ടുള്ള റിമാർക്സും ഓരോ ഓഫീസറും സ്കോറിൽ വരുത്തിയ മാറ്റങ്ങളും കാണാവുന്നതാണ്. ഇവ പരിശോധിച്ച് റിപ്പോർട്ട് ഈ സ്കോറിൽ തൃപ്തനാണെങ്കിൽ ഐ ഹാവ് റെഡ് ദ റിപ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇ സൈൻ ചെയ്ത് OTP നൽകി CR ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ സ്കോറുകളിൽ റിപ്പോർട്ടി തൃപ്തനല്ലെങ്കിൽ വീണ്ടും ഒബ്ജക്ഷന് സമർപ്പിക്കാവുന്നതാണ്. അതിനായി ഐ ഹാവ് ഒബ്ജക്ഷൻ ഓർ അപ്പീൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഒബ്ജക്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് സെൻഡ് ടു എന്ന ഓപ്ഷനിൽ നിന്ന് കൺവീനറെ തിരഞ്ഞെടുത്ത് റെഫറൽ ബോർഡിന്റെ പരിഗണനയ്ക്കായി CR സമർപ്പിക്കാവുന്നതാണ്. റെഫറൽ ബോർഡിന്റെ പരിഗണനയ്ക്ക് ശേഷം റിപ്പോർട്ടിയുടെ ഇൻബോക്സിൽ CR ലഭ്യമാവുകയും അവിടെ നിന്ന് റിപ്പോർട്ടിക്ക് അന്തിമമായി CR സമർപ്പിക്കാവുന്നതുമാണ്.